സമാധാനം പകരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ആ നിത്യമായ സമാധാനം പകരുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയൊക്കെ കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെല്ലാം കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കാം. പാർക്കുന്ന ഭവനങ്ങളെ കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കാം. ജോലി എന്ന സ്ഥാപനങ്ങളെല്ലാം ഓർത്ത് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ജോലി എന്ന എല്ലാ മക്കൾക്ക് ഈ പ്രളയത്തിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ബലം കൽപ്പിക്കട്ടെ. ബലത്തിന്മേൽ ബലം പകരുന്ന ദൈവം ആരും ക്ഷീണിച്ചും തളർന്നും പോകാതെ വന്ന ഹല്ലേലൂയ, ആരും രോഗികളായി തീരാതെ വണ്ണം ദൈവത്തിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാൻ എല്ലാ സമൂഹത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ജോർജ് വർഗീസ് പ്രേരണയിലുണ്ടല്ലോ ജോലി. ഇപ്പൊ ഒരു ഗാനം ആലോപിക്കുന്നതായിരിക്കും, നമുക്കത് ശ്രമിക്കാം. പാട്ടിനായി കർത്താവിദാസനെ ക്ഷണിക്കും. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മേൽത്തരമാം പൊൻ അതിനോടു തുല്യം, സംഘവും അതിനോടു സമമല്ല. മേൽത്തരമാം പൊൻ അതിനോടു തുല്യം, സംഘവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിയിടും. പാതയിൽ ശോഭിത ദീപമതായി കൂരിരുളാകെ അകറ്റിയിടും. മധുരം മധുരം മനോഹരം നൽ മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. അരിയോട് പൊരുതാൻ അരികിൽ മാറും, ശരിയാമുടവാളതു നൂനം. അരിയോട് പൊരുതാൻ അരികിൽ മാറും, ശരിയാമുടവാളതു. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. റിപുവാം പാമ്പിൻ ദംശനമേറ്റു മരിച്ചോർക്കെല്ലാം ഉയിരേകും. റിപുവാം പാമ്പിൻ ദംശനമേറ്റു മരിച്ചോർക്കെല്ലാം ഉയിരേകും. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. വഴിയറിയാതെ ഉഴലും മർത്യനു തെളിവായി മാർഗം വെളിവാക്കും. വഴിയറിയാതെ ഉഴലും മർത്യനു തെളിവായി മാർഗം വെളിവാക്കും. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. ആത്മവിശപ്പാൽ വലയും നോക്ക് ഭക്ഷണമാകും മന്നയിത്. ആത്മവിശപ്പാൽ വലയും നോക്ക് ഭക്ഷണമാകും മന്നയിത്. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. അധ്വാനിക്കും മനുജർക്കകിലം ആശ്വാസത്തും ഉറവിടമായി
അധ്വാനിക്കും മനുജരിലും ആശ്വാസത്തിൻ ഉറവിടമാ. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. തേനിലും തേൻകട്ടിലും മധുരമേറിയ ദൈവത്തിന്റെ വചനം സൂക്ഷിപ്പാൻ കർത്താവിദാസൻ ഹല്ലേലൂയ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. അതിനു മുമ്പായിട്ട് ഹല്ലേലൂയ കർത്താവിദാസനെ സൂക്ഷിച്ച് പിതാവേ നീയോടെ കർത്താവേ ഈ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് ഒത്തരിപ്പിച്ച കർത്താവേ പ്രളയനായിരിക്കാവുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളെ കടികളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തിരുവചനവുമായി കർത്താവെ അവിടുന്നായിരിക്കുമ്പോൾ കർത്താവെ വചനത്തിന്റെ വാതിലും തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദാസനയോട് ശക്തീകരിക്കണമേ, ശരീരത്തിലും ആത്മാവിലും ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മനിയോഗത്താൽ പഠിപ്പിപ്പാൻ കർത്താവെ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കുന്ന അടിയങ്ങൾക്ക് കർത്താവെ അത് നൂറുമേനിയുടെ ഹൃദയത്തിൽ വിളയുവാനോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ അടികൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ പ്രേരണയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം പഠിപ്പാൻ എല്ലാവർക്കും ഏകാഗ്ര ഹൃദയത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രേരണയിൽ യാതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാനിടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം അടിയങ്ങൾ പാദപീഠത്തിലിരിക്കട്ടെ, വചനം കേൾക്കട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം മാനവമൂത്വം കർത്താവിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. Thank you. God bless you. Hallelujah. കർത്താവിന്റെ ദാസൻ തിരുവചനം സൂക്ഷിക്കാൻ ഹല്ലേലൂയ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിക്കേണ്ടതിന് കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇത്രത്തോളം നമ്മെ സഹായിച്ച കർത്താവ് ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനം ഐശ്വര്യമായി നൽകേണ്ടതിനു വേണ്ടി കർത്താവിന്റെ തിരുമുഖത്തേക്ക് വീണ്ടും നമുക്ക് നോക്കാം. കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ, കൃപകളും ആശീർവാദങ്ങളും ചൊരിയുമാറാകട്ടെ. സെക്രിയ പ്രവചനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 14-ാം അധ്യായം 2-3 ക്ലാസ്സുകളിൽ കൂടുതൽ നാം എടുത്തു കഴിഞ്ഞു. ഇന്നും നാളെയും കൂടെ ആളുകൾ കൊണ്ട് ഈ 14-ാം അധ്യായം തീർക്കണമെന്നുള്ളതാണ് ക്രിസ്തു യേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും ഈ 14-ാം അധ്യായം വായിച്ച് സഹായിക്കണം. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് എതിരെ കിഴക്കുള്ള ഒലൂമലയിൽ നിൽക്കും. ഒലൂമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞുപോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും.
അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് ഹിമ്മോൻ വരെ സമഭൂമിയായിത്തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ കോൺഗോപുരം വരെ തന്നെ ഹനനേർ ഗോപുരം മുതൽ രാജാവിന്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാവും. അവർ അതിൽ പാർക്കും. ഇനിയും സംഹാര ശബ്ദം ഉണ്ടാകുകയില്ല. യെരുശലേം നിർഭയം യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാവും. അവർ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പൊങ്ങും. യഹൂദയും യെരുശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. അങ്ങനെ ഈ പാളയത്തിലുള്ള കുതിര, കോവർ കഴുത, ഒട്ടകം, കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും. എന്നാൽ യെരുശലേമിന് നേരെ വരുന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാനും കൂടാര പെരുന്നാൾ ആചരിക്കുവാനും ആണ്ടുതോറും വരും. ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാവുകയില്ല. മിസ്രൈം വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകുകയില്ല. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രൈമിലുള്ള പാപശിക്ഷയും ഇതുതന്നെ. അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന്റെ മുൻപിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും. യെരുശലേമിനും യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അതിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഐശ്വര്യമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുകയാണ്. അവിടുത്തെ സ്വർഗീയമായ മന്ന, അവിടുത്തെ ഭണ്ഡാരം തുറന്ന് ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും അവിടുത്തെ മന്ന ഭക്ഷിക്കുമ്പോൾ ലഭ്യമാകുന്ന വിടുതലും സൗഖ്യവും അനുഗ്രഹവും അനുഭവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രിയാകുന്ന ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, അവിടുത്തെ വചനമായവനെ ഏഴകൾ സംസാരിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അതിവേഗം ഓടുന്ന വചനം അയച്ച് ഇന്ന് രാത്രി വിടുതലും സമൃദ്ധിയും വെളിപ്പെടുത്തി മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയ്ക്ക് എതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെ ഫൽസിച്ച് അകറ്റണമേ, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സെക്രിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ ഏതാണ്ട് ചിലതൊക്കെ ചിന്തിപ്പാൻ 3 ആഴ്ചകളായി കർത്താവ് നമ്മെ സഹായിച്ചു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 14-ാം അധ്യായത്തിന്റെ 1-2 ഭാഗങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ യെരുശലേമിൽ യേശുക്രിസ്തു പ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുമ്പ് യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ, പഴയ പാമ്പായ സാത്താന്റെ നേതൃത്വത്തിൽ, കള്ളപ്രവാചകന്റെ നേതൃത്വത്തിൽ ഹർമഗദോൻ അഥവാ യഹോശാഫാത്ത് താഴ്വരയിൽ
യഹൂദന്മാർക്കെതിരായി നടക്കുന്ന വലിയ യുദ്ധവും അത് മുഖാന്തരം യഹൂദന്മാർക്കുണ്ടാകുന്ന കെടുതികളുമാണ് 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം വാക്യം മുതൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ വലിയ കെടുതിയിൽ ഭക്തജനമാകുന്ന യഹൂദന്മാരുടെ കണ്ണുനീരു കണ്ട് കർത്താവേ വരേണമേ എന്ന് അപേക്ഷിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ 1-ാമത്തെ വരവിങ്കൽ യെരുശലേമിനെ നോക്കി കരഞ്ഞതായ സന്ദർഭത്തിൽ നിങ്ങൾ പിതാവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറയുന്നത് വരെ ഞാൻ കർത്താവ് വരികയില്ല, നിങ്ങളുടെ വിടുതലിനു വേണ്ടി വരികയില്ല എന്ന് കൽപ്പിച്ചതുപോലെ അവർ കർത്താവേ സ്തോത്രം വരേണമേ, മശിഹയെ വരേണമേ എന്നുള്ള നിലവിളിയിൽ കർത്താവെ കേൾക്കുകയും കടന്നു വരികയുമാണ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, എത്ര കഠിന പാപം ചെയ്തതായ യഹൂദന്റെ പാപങ്ങളെ കർത്താവെ ഓർത്തിരുന്നുവെങ്കിൽ യഹൂദന്റെ രക്ഷയ്ക്കായി വീണ്ടും വരികയില്ലായിരുന്നു. അവരുടെ പാപക്കറകളെ കർത്താവ് ക്ഷമിക്കുകയും വീണ്ടും അവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി ഇറങ്ങി വരികയും ചെയ്തുവെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകളെ, കുറ്റങ്ങളെ കർത്തൃസന്നിധിയിൽ ഏറ്റുപറയുന്ന സന്ദർഭത്തിൽ വലിയൊരു വിടുതലെ ലഭിക്കും എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. അത് നാളെയല്ല, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ തലമുറകളുമേൽ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇടയാക്കുമാറാകട്ടെ. 3-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, എന്നാൽ യഹോവ പുറപ്പെട്ട്, അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ സ്തോത്രം അതിന്റെ സ്തോത്രം അതിന്റെ 5-ാം വാക്യത്തിൽ യഹോവ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായി സ്തോത്രം അതിന്റെ അവസ്ഥ, എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവസഭയും പഴയ നിയമ വിശുദ്ധന്മാരുമായി ഒലിവമലയിലേക്ക് വന്ന് യുദ്ധം ചെയ്യുന്നതാണ് 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ യുദ്ധത്തിന്റെ ചില പാറ്റേൺ നമ്മളെ വിശദീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മിസ്രയീമ്യർക്ക് ദൈവം 10 ബാധകൾ അയച്ചതുപോലെ സ്തോത്രം വലിയ ബാധകൾ സ്തോത്രം ആ യുദ്ധത്തിൽ ഇസ്രയേലിനെതിരായി വരുന്ന ജനത്തിനെ കർത്താവ് അയക്കും എന്ന് വ്യക്തമായി 11 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം ഇത് ബോംബല്ല, സ്തോത്രം ഇത് ബാധയാകുന്നു. അതിന്റെ എബ്രായ ഭാഷയായ മൂലഭാഷയിലും നോക്കുമ്പോൾ ഒരു മനുഷ്യനിർമ്മിതമായ ബോംബ് കൊണ്ടുള്ള സ്ഫോടനത്തിൽ ഉണ്ടാകുന്നതല്ല, ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ആകയാൽ ഇതൊരു ബാധയാണ്. മിസ്രയീമ്യർക്ക് അയച്ചതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ബാധയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സ്തോത്രം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായ്ത്തലയുള്ള വചനമെന്ന വാളിനാൽ അവൻ സാത്താനെ തോൽപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ബാധയയച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വരുന്നതായ വാളിനാൽ, വചനമെന്ന വാളിനാൽ സാത്താനെ തോൽപ്പിച്ച് സ്തോത്രം അവരുടെ ഇടയിൽ സ്തോത്രം ഭൂകമ്പം അയച്ച് സ്തോത്രം അങ്ങനെ വിവിധമായ കാര്യങ്ങളിൽ കൂടെ ഇസ്രയേലിനെതിരായി വരുന്നതായ സ്തോത്രം സകല ജാതികളെയും കർത്താവെ നശിപ്പിക്കുകയും ഇസ്രയേലിന് വലിയൊരു ഉദ്ധാരണം നൽകുകയും ചെയ്യുന്നതെ കാണുവാൻ സാധിക്കുന്നു. 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 14-ാം വാക്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അവ രണ്ടും കൂടെ ചേർത്ത് വായിക്കുവാൻ പോകുകയാണ്. അത് നമ്മുടെ ആത്മീക ജീവിതത്തിനും വരും കാലങ്ങളിൽ നമ്മുടെ ഈ ഇഹലോകവാസത്തിലെ ഓരോ ദിവസത്തിനും നന്മയായി തീരും. വളരെ ശ്രദ്ധേയമായി ഇത് കേൾക്കണം. നോക്കുക, അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാവിക്കുവാനുള്ള യഹോവയുടെ ദിവസം വരുന്നു. അപ്പോൾ ഈ ജാതികളെല്ലാം കൂടി വന്നത് ഇസ്രയേൽ മക്കളെ കൊള്ളയടിച്ച് അവരെ ശൂന്യമാക്കി, അവരെ വഷളാക്കി, അവരെ നശിപ്പിച്ച് അവരുടെ പേര് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുവാനായിട്ടാണ്
കടന്നു വന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? 14 വാക്യം, യഹൂദയും യെരുശലേമിൽ വെച്ച് യുദ്ധം ചെയ്യും. ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമായ യഹൂദനെ കൊള്ളയിടുവാനും അവനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുവാനും തക്കവണ്ണം സാത്താൻ മുഴു ശക്തിയോടുകൂടെ സകല ജാതീയ സൈന്യത്തെയും വലിയ പ്രളയം കണക്കെ കൂട്ടിവരുത്തി ഹല്ലേലൂയ ആദ്യ സന്ദർഭത്തിൽ അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും സ്ത്രീകളെ വഷളാക്കുകയും വളരെ ദോഷകരമായ കാര്യം ചെയ്യുകയും ചെയ്തു എങ്കിൽ തന്നെയും അവരുടെ കഷ്ടതയിലുള്ള നിലവിളി കേട്ട് കർത്താവ് ഇറങ്ങി വന്ന് അവരുടെ ഹല്ലേലൂയ രാജാതി-രാജാവായി മീഖാ പ്രവചനത്തിൽ കാണുന്നത് പോലെ തകർക്കുന്ന രാജരാജനായി 2-ാം അധ്യായം, മീഖാ പ്രവചനം 2-ാം അധ്യായം, അവരുടെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം സാത്താന്യ ശക്തിക്കെതിരായി യുദ്ധം പുറപ്പെട്ടപ്പോൾ അവരെ ആര് കൊള്ളയിടുവാൻ വന്നുവോ അവരെ ഇസ്രായേൽ മക്കൾ കൊള്ളയിട്ടു എന്നാണ് 14-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ അവകാശമായി നാം എടുക്കേണ്ടത്. എന്നെ കൊള്ളയിടുവാൻ കടന്നു വന്ന ദുഷ്ടശക്തിയുടെ മുമ്പിൽ ഞാൻ വിറച്ചു പേടിച്ചു നിൽക്കുകയല്ല, ദുഷ്ടശക്തിയെ ഞാൻ കൊള്ളയിടും എന്നുള്ളതായ ഒരു ധൈര്യം, ഒരു ഉറപ്പ്, ഒരു തീരുമാനം ഇന്ന് രാത്രി നമുക്കുണ്ടാകണം. അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കിപ്പോൾ തലവേദനയാണെന്നിരിക്കട്ടെ, തലവേദന ഇട്ടുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് സാത്താൻ നിങ്ങളുടെ കൊള്ളയിടുവാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ കൊള്ളയിടുവാൻ, നിങ്ങളുടെ സ്വസ്ഥതയെ കൊള്ളയിടുവാൻ കടന്നു വന്നിരിക്കുകയാണ്. ആ കടന്നു വന്ന സന്ദർഭത്തിൽ നാം വീണുപോകാതെ, നാം തകർന്നു പോകാതെ യേശുരക്ഷകന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം, എന്നെ സൗഖ്യമാക്കുന്നവനാൽ, ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്നവനാൽ, യേശുരക്ഷകന്റെ നാമത്തിൽ ഹല്ലേലൂയ സൗഖ്യമുള്ളതിനാൽ ഹല്ലേലൂയ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു എന്ന് വിശ്വാസത്താൽ പ്രാപിച്ച് ഹല്ലേലൂയ നാം വിടുതലെടുത്ത് സാത്താനെ തോൽപ്പിക്കണം. അതുകൊണ്ട് പോരാ, ഹല്ലേലൂയ സ്തോത്രം, നാം സാത്താനെ കൊള്ളയിടണം. എങ്ങനെയാ കൊള്ളയിടുന്നത്? ഹല്ലേലൂയ മറ്റേ പലരും തലവേദനയോ പനിയോ ആയിട്ടിരിക്കുമ്പോൾ എന്നെ സൗഖ്യമാക്കിയ കർത്താവേ, ഹല്ലേലൂയ സാത്താൻ ദണ്ഡിപ്പിക്കുന്ന ഇവരെയും സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ ഹല്ലേലൂയ ബന്ധിതരായിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ വിശ്വാസത്താൽ വിടുവിക്കണം. ദൈവം തന്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ കൂടെ ചെയ്യുവാൻ വിശ്വസ്തനാണ്, മറന്നുപോകരുതേ. നിങ്ങളൊരു വ്യക്തിയെ നോക്കിയിരിക്കരുത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് പൂർണ്ണമായി ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമാണോ? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിപ്പാൻ ധൈര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ മിടുക്കല്ല, എന്റെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, തകർക്കുന്ന രാജരാജനായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. കർത്താവിനോടുകൂടെ നമ്മൾ അങ്ങ് യുദ്ധം ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിനോടുകൂടെ നിന്നാ മതി. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് സൗഖ്യമാക്കിക്കൊള്ളും. നമ്മുടെ അധരത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വന്നാൽ മതി. ആകയാൽ ഹല്ലേലൂയ നിന്നെ കൊള്ളയിടുവാൻ, നിന്റെ തലമുറയെ കൊള്ളയിടുവാൻ, നിന്റെ ആരോഗ്യത്തെ കൊള്ളയിടുവാൻ, നിന്റെ നന്മയെ കൊള്ളയിടുവാൻ കടന്നു വന്ന സാത്താന്യ ശക്തിയുടെ മേൽ ജയം പ്രാപിക്കുക മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ദണ്ഡിപ്പിക്കപ്പെടുന്ന പലരെയും വിടുവിച്ച് സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് അനേകരെ രക്ഷിച്ച് ഒരു വലിയ വിടുതലിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി ആരൊരുക്കമുണ്ട്? ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ആ തീരുമാനം കാണുവാൻ തക്കവണ്ണം കർത്താവ് കൊതിക്കുകയാണ്. അതിനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് മുമ്പോട്ട് പോകണമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവ് വരികയാണ്. ഇനി 3-ാം വാക്യത്തിലേക്ക്. എന്നാൽ യഹോവ പുറപ്പെട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഞാനിത് ഓർപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പഠിപ്പിച്ചു എന്ന് തോന്നുന്നില്ല. യഹോവയുടെ പുറപ്പാട്, ഹല്ലേലൂയ നമ്മുടെ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ ഹല്ലേലൂയ ആദിയും അന്തവും ഇല്ലാത്തവനാണ് നമ്മുടെ കർത്താവ്. അൽഫയും ഒമേഗയുമാണ്. അനാദികാലം മുതലേ, ഹല്ലേലൂയ, കാലമുണ്ടാകുന്നതിന് മുമ്പ്, സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പ്,
ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവമായിരുന്നു. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ഭൂമിയോ സ്വർഗമോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യുവാൻ, ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ആത്മാവാകയാൽ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം, ഈ സൃഷ്ടിപ്പിനൊക്കെ മുമ്പ്, പുതിയ യെരുശലേമിന് മുമ്പ് തന്നെ ദൈവമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും അവിടുത്തെ പുറപ്പാടാണ്, അവിടുത്തെ ആരംഭമല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം ബേഥലഹേം പുൽക്കൂട്ടിൽ ജനിച്ചത് യേശു ക്രിസ്തുവിന്റെ ആരംഭമല്ല, ഓർത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുറപ്പാടാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓർപ്പിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുവരണം. ഹല്ലേലൂയ. നീയോ ബേഥലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. മലയാള ഭാഷാന്തരം തെറ്റാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് ഗോയിങ് ഫോർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ഉത്ഭവം എന്നല്ല, അവന്റെ ഗോയിങ് ഫോർത്ത് എന്നാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ ബേഥലഹേം പുൽക്കൂട്ടിൽ മനുഷ്യനായി മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്നത് അവിടുത്തെ ആരംഭമല്ല, അവന്റെ ഒരു പുറപ്പാടായിരുന്നു. ഹിസ് ഗോയിങ് ഫോർത്ത് ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം അത് മനസ്സിലാക്കണം. ഇവിടെയും നാം കാണുന്നു, യഹോവ പുറപ്പെട്ട്, ആദിയും അന്തവുമില്ലാത്ത ദൈവം ഹല്ലേലൂയ സ്തോത്രം അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ പുറപ്പാടിൽ ചെയ്യുന്നതായ ചില കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ഒന്നാമത്തെ വരവേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവേ, ഒന്നാമത്തെ പുറപ്പാടായിരുന്നുവെങ്കിൽ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത്തെ പുറപ്പാടിൽ വന്ന് വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ചെയ്തവൻ 2-ാം പുറപ്പാടിനാൽ ഹല്ലേലൂയ വീണ്ടെടുപ്പ് പൂർണ്ണമായി നിവർത്തീകരിക്കുന്നതാണ് ഈ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഹോവ പുറപ്പെട്ടു എന്നുള്ളതായ പദം ഓർത്തിരിക്കണം. ഈ പുറപ്പെട്ടു വന്ന യഹോവ ആരാണ്? ഹല്ലേലൂയ 5-ാം വാക്യത്തിന്റെ ഹല്ലേലൂയ അവസാന ഭാഗം ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് മുമ്പ് വായിച്ചതാണ്. എന്റെ ദൈവമായ യഹോവയും, ഈ പുറപ്പെട്ടു വരുന്ന യഹോവയായ ദൈവം ഹല്ലേലൂയ സ്തോത്രം ആരാണെന്നാണ് സെക്കറിയ പ്രവാചകൻ പറയുന്നത്? അവൻ എന്റെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ സ്തോത്രം, കാഹളം ധ്വനിക്കുമ്പോൾ, നാം മേഘത്തിൽ എടുക്കപ്പെടുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, എന്നെ സ്വീകരിപ്പാൻ വരുന്നവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണ്. ഒരു പേഴ്സണൽ intimate relationship we must have with God. ഹല്ലേലൂയ. ദൈവവുമായിട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. എന്റെ ദൈവവും, സെക്കറിയ പ്രവാചകന്റെ ആ പ്രത്യാശയുടെ ഉറപ്പ് നോക്കിക്കേ. എന്റെ ദൈവവും ഹല്ലേലൂയ സ്തോത്രം ശൂരതയോടെ, വീരതയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ ഈ ഭക്തനെ ചെറുപ്പകാലം മുതൽ വാർദ്ധക്യകാലം വരെ ദീർഘമായി പ്രവചന സൂക്തങ്ങൾ പ്രവചിക്കുവാനും ദർശനങ്ങൾ ദർശിക്കുവാനും കാരണമായത് ഈ കാര്യമാണ്. ദൈവവും താനുമായിട്ടുള്ള ബന്ധം. ഇന്ന് രാത്രി നാം ഓർത്തിരിക്കണം, എന്റെ ദൈവം, എന്റെ യേശു, എന്റെ രക്ഷകൻ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ വീണ്ടെടുപ്പുകാരൻ. യോബ് പറയുന്നത് എന്താണ്? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അയൽവക്കക്കാരന്റെ വീണ്ടെടുപ്പുകാരനല്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ, എന്റെ കുഞ്ഞുങ്ങളുടെ വീണ്ടെടുപ്പുകാരനല്ല, എന്റെ വീണ്ടെടുപ്പുകാരൻ. എ പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ഒരു ബന്ധം. ഹല്ലേലൂയ. അപ്പം ആ കർത്താവാണ്, നമ്മുടെ രക്ഷകനാണ് വരുമ്പോൾ നാമും പഴയ നിയമ വിശുദ്ധന്മാരും എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ സെക്കറിയാവ് പറയുന്നു, യൂദാ പ്രവാചകൻ പറയുന്നു, പത്രോസ് പറയുന്നു, ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് മുമ്പോട്ട് പോകണം. പുറപ്പെട്ട്
താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ. ഞാൻ നേരത്തെ അത് ഓർപ്പിച്ചതാണ്. കർത്താവിന്റെ ഒന്നാമത്തെ യുദ്ധം കാൽവറിയിലെ യുദ്ധമായിരുന്നു. സാത്താനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ച ആ വലിയ യുദ്ധമായിരുന്നു അവിടുത്തെ ഒന്നാമത്തെ യുദ്ധം. അതുപോലെ ഹല്ലേലൂയ വീണ്ടും സാത്താനും ഹല്ലേലൂയ ഈ കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ട്? പഴയ പാമ്പായ സാത്താനുണ്ട്. ഹല്ലേലൂയ ഈ കർത്താവ് ഇറങ്ങി വരുന്നതിന് 3.5 വർഷം മുമ്പേ മീഖായേലും അവന്റെ സൈന്യവും ഹല്ലേലൂയ സ്തോത്രം പഴയ പാമ്പായ സാത്താനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്ത് മധ്യാകാശത്ത് നിന്ന് സാത്താനെയും അവന്റെ സൈന്യത്തെയും ഭൂമിയിൽ തള്ളിയിടും. പിന്നെ സ്വർഗസ്ഥലങ്ങളിലേക്ക് കയറുവാനോ ഹല്ലേലൂയ വിശുദ്ധന്മാരെ രാപ്പകൽ അപവാദം പറയുവാനോ സാത്താനെ സാവകാശമില്ല. പിന്നെ സാത്താൻ ഈ 3.5 വർഷം ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. സാത്താനും വീണുപോയ സാത്താന്യ ദൂതന്മാരും എല്ലാം ഈ ഭൂമിയിലാണ്. അഗാധകൂപത്തിൽ നിന്ന് കടന്നു വന്നതായ എല്ലാ അന്ധകാര ശക്തികളും ഈ ഭൂമിയിലാണ്. ഈ ഭൂമി നിറച്ച് സാത്താന്യ ശക്തികളായിരിക്കും. എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ, ഇതുപോലെ ദുഷ്ടതയേറിയ ഒരനുഭവം ഒരു മാനവജാതിയുടെ ബുദ്ധിയിൽ ചിന്തിക്കുന്നതിന് അതീതമായി വളരെ മ്ലേച്ഛതയേറിയ, വളരെ വിഷമമേറിയ, വളരെ കഷ്ടതയേറിയ, ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത എന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ കഠിനമായ ഒരനുഭവമായിരിക്കും. ആ അനുഭവത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ രക്ഷിക്കുന്നു. ഞാനൊരു വാക്ക് പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ജീവിതം പ്രത്യാശാരഹിതമായിരിക്കുന്നെന്ന് നിനക്ക് തോന്നരുതേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ കഠിനമായ, ഇതുവരെയും ഉണ്ടാകാത്ത ഏറ്റവും കഠിനമായ ഒരവസ്ഥയിൽ ഇസ്രയേലിനെ രക്ഷിക്കുവാൻ കർത്താവ് ഇറങ്ങി വരികയും ഇസ്രയേലിനെ കർത്താവ് രക്ഷിക്കുകയും ചെയ്യുവാൻ പോകുന്നു എങ്കിൽ നിന്റെ വിഷയം ഏതായിക്കൊള്ളട്ടെ, കഠിന രോഗമായിക്കൊള്ളട്ടെ, ക്യാൻസർ ആയിക്കൊള്ളട്ടെ, നടുവേദനയായിക്കൊള്ളട്ടെ, തലവേദനയായിക്കൊള്ളട്ടെ, ഷോൾഡർ പെയിൻ ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നിന്റെ കഠിന ശോധനയിൽ കർത്താവ് ഇറങ്ങി വന്നാൽ നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെയാണ് എന്ന് നീ ആനലൈസ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാനും ആനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളത്തിന്മേൽ നടന്നവൻ, കാറ്റിനെ പിടിച്ച് കെട്ടുന്നവൻ, സകലത്തെയും ഹല്ലേലൂയ കാൽക്കീഴാക്കി വെക്കുന്നവൻ, ഭൂമിയെ ഹല്ലേലൂയ സ്തോത്രം തന്റെ നാഴിയിൽ ഈ ഭൂമിയിലെ മണലിനെ എല്ലാം അളക്കുന്നവൻ, ആകാശത്തിന് പരിണാമമിട്ടവൻ, നക്ഷത്രത്തെ പേർ ചൊല്ലി വിളിക്കുന്നവൻ, ഈ ഭൂമിയിലെ വെള്ളമെല്ലാം, കടലിലെ വെള്ളമെല്ലാം തന്റെ ഉള്ളംകൈയിൽ കൊള്ളിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നമ്മുടെ ഒന്നും വിഷയം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. കർത്താവിനൊരു വിഷയമാണ്. എന്നാൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിനൊരു പ്രയാസമില്ല. ആകയാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മോടുകൂടെ കരയുന്ന കർത്താവെ, നാം ഇന്ന് രാത്രിയിൽ ഈ വിഷയങ്ങളുടെ മേൽ നീ അടിയുറച്ച് വിശ്വസിച്ചാൽ, നിന്റെ വിശ്വാസത്തിന്മേൽ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ അനുതാപത്തിന്മേൽ, നിന്റെ ഹൃദയ നുറുക്കത്തിന്മേൽ, നിന്റെ കണ്ണുനീരിന്മേൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, വീര്യം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 4-ാം വാക്യത്തിൽ കർത്താവ് വന്ന് ഒലിവ് മലയിലാണ് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി നമുക്ക് ചിന്തിക്കേണ്ടത്, കർത്താവ് എന്തിനാ ഈ ഒലിവ് മലയിൽ വരുന്നത്? കർത്താവിന് വേറെ എവിടെയെങ്കിലും വരാൻ വയ്യായിരുന്നോ? ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ ക്രൂശിച്ചത് ഹല്ലേലൂയ സ്തോത്രം ഗോൽഗോത്തായിലല്ലേ? ഈ ഗോൽഗോത്തായിലോട്ട് വരാഞ്ഞതിന്റെ കാരണം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ പല കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് 1-2 മിനിറ്റിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒലിവ് മലയിൽ നിന്നാണ് എടുക്കപ്പെട്ടത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ വാഗ്ദത്തം ശിഷ്യന്മാരോട് ഇതാണ്: അല്ലയോ ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത കർത്താവെ, അവൻ പോയ പോലെ മടങ്ങി വരും. ഒലിവ് മലയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ഒലിവ് മലയിലേക്കു തന്നെ മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവ് ഒലിവ് മലയിൽ വന്നേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം പലതുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒന്ന് നാം ചിന്തിച്ചു. രണ്ടാമത്തെ കാര്യം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അവിടുന്ന് യെരുശലേമിൽ വരുന്ന സന്ദർഭത്തിലൊക്കെയും
ഹല്ലേലൂയ ഒലിവ് മലയിൽ ഹല്ലേലൂയ ആയിരുന്നു കർത്താവ് കൂടുതൽ സമയം ചിലവഴിച്ചത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അന്ന് യഹൂദന്മാരുടെ വലിയ സംഘമൊക്കെയും പേരും പെരുമയും കേട്ട പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഹല്ലേലൂയ ഹേരോദ്യരും ഹല്ലേലൂയ സദൂക്യരുമൊക്കെ അവരുടെ പ്രതാപത്തിൽ ജീവിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പാപത്തിന്റെ വഴികളിൽ വീണുകിടന്നുരുളുമ്പോൾ ഒലിവുമലയുടെ താഴ്വരകളിൽ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരാലും തള്ളപ്പെട്ടതായ കുറെ കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കർത്താവ് പ്രവർത്തിക്കുകയും അവർക്ക് ആശ്വാസമായി തീരുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ ഹല്ലേലൂയ യെരുശലേമിലുള്ളതായ ജനത്തിന് കർത്താവിന്റെ വരവിന് കൊതിയില്ലാതെ ഇരിക്കുമ്പോൾ, പ്രത്യാശയില്ലാതെ, ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ, വേദനയിലും നുറുക്കത്തിലും എല്ലാവരാലും തള്ളപ്പെട്ടതായ ഈ പാവപ്പെട്ട സാധുക്കൾക്ക് ഹല്ലേലൂയ ഉള്ള അത്താണിയായിരുന്നു നമ്മുടെ കർത്താവ്. നാം ഓർത്തു പോകണം. ഹല്ലേലൂയ സ്തോത്രം. നീ ലോകത്താൽ തള്ളപ്പെട്ടുവെങ്കിൽ, നീ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടുവെങ്കിൽ ഹല്ലേലൂയ നീ താണു പോകരുത്, വീണു പോകരുത്. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചാൽ നീ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കർത്താവ് വരും. ഒലിവുമലയിലേക്ക് കർത്താവ് വരുവാൻ അതാണ് ഒരു കാരണം. മാത്രമല്ല കർത്താവിന്റെ ടീച്ചിങ് ഒക്കെ ഒലിവുമലയിലായിരുന്നു ഹല്ലേലൂയ സ്തോത്രം കൂടുതലും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം താൻ എന്തൊന്ന് എവിടെ വെച്ച് പഠിപ്പിച്ചുവോ അവിടേക്കാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. മാത്രമല്ല ഒലിവുമലയിൽ കർത്താവ് വരുമ്പോൾ ഒലിവുമല രണ്ടായിട്ട് വിഭാഗിക്കപ്പെടും എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ അവിടുത്തെ കാൽ ഒലിവുമലയിൽ വെക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് രണ്ടാമത്തെ കാര്യം. നാലാമതായി ഉള്ള കാര്യം എന്ന് പറയുന്നത് ഒലിവുമല ഏതാണ്ട് ഹല്ലേലൂയ 200 അടി യെരുശലേം മലയേക്കാൾ ഉയർന്നതാണ്. കർത്താവ് യെരുശലേം തലസ്ഥാനമാക്കിയാണ് വാഴുവാൻ പോകുന്നത്. ആകയാൽ കർത്താവ് ഒലിവുമലയിൽ വന്നിട്ട് യെരുശലേമിന്റെ ഉയർച്ചയേക്കാൾ ഉയർന്നു നിൽക്കുവാൻ കൊതിക്കുന്ന ഒലിവുമലയുടെ ഉയർച്ചയെ ഹല്ലേലൂയ ഇടിച്ചു കളയുവാൻ തക്കവണ്ണം കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ഒലിവുമലയിലേക്ക് കാലുകുത്തുന്നു. പിന്നെ അവിടുത്തെ വരവെ ഒലിവുമലയിലായിരിക്കണമെന്നുള്ള വാഗ്ദത്തം നിരവധിയായി കിടക്കുന്നതിനാൽ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിപ്പാൻ കർത്താവ് ഒലിവുമലയിൽ കിടക്കുന്നു. മാത്രമല്ല ഇവയൊക്കെ ദർശനം കണ്ട് ഹല്ലേലൂയ സ്തോത്രം അതൊക്കെ പ്രവചിക്കുകയും ഹല്ലേലൂയ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രവാചകനാകുന്ന സെക്കരിയാവെ രക്തസാക്ഷിയായി തീർന്നിട്ട് തന്റെ ശവകുടീരം ഒലിവുമലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവ് ഒലിവുമലയിൽ വരുമെന്ന് പ്രവചിച്ച് ഹല്ലേലൂയ തന്റെ ഡെഡ് ബോഡി ഹല്ലേലൂയ ഒലിവുമല വിസിറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് സെക്കരിയാവിന്റെ ഹല്ലേലൂയ ഒരു ടൂംബ് അവിടെ കാണുവാനായിട്ട്, ശവക്കല്ലറ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സെക്കരിയാവ് കാത്തിരിക്കുക, എന്റെ ദൈവമായ യഹോവ വരും. 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്റെ ദൈവമായ യഹോവ വരുമെന്ന് പറഞ്ഞുകൊണ്ടോ സെക്കരിയാവ് അവിടെ കാത്തിരിക്കുക. കർത്താവ് അവിടെ വന്നേ ഒക്കത്തുള്ളൂ. നീ കർത്താവിന് വേണ്ടി ഇന്ന് കാത്തിരിപ്പാൻ റെഡിയാകുന്നുവോ? നിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മരിച്ചു മൺമറഞ്ഞു പോയ സെക്കരിയാവിനെ ഉയർത്തി കർത്താവ് ഹല്ലേലൂയ അവന്റെ വാഗ്ദത്തത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുവാൻ പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതം ഹല്ലേലൂയ സ്തോത്രം കഷ്ടതയുടെ സമ്പൂർണമായ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നു എങ്കിൽ അതിനെ വിടുവിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. അങ്ങനെ ഒലിവുമലയിലേക്ക് കർത്താവ് വരുന്നു. ഒലിവുമലയിൽ നിന്ന് എടുക്കപ്പെട്ടവൻ ഒലിവുമലയിലേക്ക് വരുന്നു. മാത്രമല്ല യെഹെസ്കേൽ പ്രവചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഒലിവുമലയിൽ നിന്നാണ് എടുക്കപ്പെട്ടത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ഹല്ലേലൂയ ബാബേൽ പ്രവാസത്തിലേക്ക് പോയതായ സന്ദർഭത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ഹല്ലേലൂയ ദർശനം കാണുകയാണ്. യെരുശലേമിലുള്ള ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും അവിടെ നിറഞ്ഞു നിൽക്കുന്നതായ അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ ദൈവത്തിന്റെ ഷെക്കീന തേജസ് അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കേ വാതിലിൽ കൂടെ പുറത്തു വന്ന് യെരുശലേമിലേക്ക് വന്ന് ഒലിവുമലയിലേക്ക് വന്ന്
ഒലിവ് മലയിൽ നിന്നാണ് എടുക്കപ്പെട്ടത് എന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ യെഹെസ്കേൽ തന്നെ 44-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ ആലയം പണിതതിനു ശേഷം ഈ ആലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായ തേജസ് അതേ മലയിലേക്ക് ഇറങ്ങി വന്ന് അതേ മലയിൽ നിന്നും സഹസ്രാബ്ദ ആലയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പണിതതിന് ശേഷം ആ ആലയത്തിലേക്ക് വന്ന് നിറയുന്നത് കാണുവാൻ സാധിക്കുന്നു. സഹസ്രാബ്ദ ആലയം മുഴുവനും ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഇതിനു മുമ്പ് ഒരു മർമ്മമുണ്ട്, ആ മർമ്മം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവ തേജസ് ഇറങ്ങി വരുന്നതിന് മുമ്പേ ദൈവം അവിടെ ഇറങ്ങി വന്നു നാം മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ വന്നതിന് ശേഷമേ, കർത്താവ് ഒലിവുമലയിൽ വന്നതിന് ശേഷമേ അവിടെ ദൈവ തേജസ് ഇറങ്ങി വരികയുള്ളൂ. നമുക്ക് നഷ്ടപ്പെട്ടമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തീകരണം ഉണ്ടാകണമെങ്കിൽ ആദ്യം കർത്താവ് നമ്മളിൽ വരണം. കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കാതെ, കർത്താവ് നമ്മളിൽ കർത്തൃത്വം നടത്താതെ, കർത്താവിന്റെ ആത്മാവിനു നമ്മളിൽ ജീവന്റെ പ്രവൃത്തി ചെയ്യുവാൻ സാധ്യമല്ല. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ ആത്മാവിനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പഠിപ്പിക്കുമ്പോൾ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആദ്യം വരണം. അദ്ദേഹം ഒലിവുമലയിൽ വന്നേ ഒക്കത്തുള്ളൂ. ഇതൊക്കെയുമാണ് നാം പഠിച്ചത്. ഇനിയും നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുമ്പോൾ 4-5 വാക്യങ്ങൾ. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും പാതി തെക്കോട്ടും മാറിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഒലിവ് മല 2ആയിട്ട് വിഭാഗിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അത് കർത്താവ് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും അവസാനത്തെ ഭൂകമ്പമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ 19-ാം അധ്യായം വരെ പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഭൂകമ്പങ്ങളുടെ ഒരു കൂമ്പാരത്തെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 6-ാം അധ്യായത്തിൽ തന്നെ ഭൂകമ്പം തുടങ്ങി. ഇങ്ങനെ എതിർക്രിസ്തുവിന്റെ ഭരണകാലത്ത് വിവിധമായ ഭൂകമ്പങ്ങൾ അയച്ച് കർത്താവ് ബാധകൾ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് സാത്താനെയും അവന്റെ സിംഹാസനത്തെയും ദണ്ഡിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ദണ്ഡനത്തിന്റെ പൂർത്തീകരണമാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സാത്താൻ ഈ ദണ്ഡനം വരുന്തോറും ഹല്ലേലൂയ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് പീഡ വർദ്ധിക്കുമ്പോൾ നീ ചിന്തിക്കരുത് ഹല്ലേലൂയ കർത്താവ് എന്നെ മറന്നുപോയി എന്ന്. ഉയരത്തിൽ നിന്ന് കർത്താവ് വിവിധ ദണ്ഡനം നിനക്കെതിരെ കൊണ്ടുവരുന്ന സാത്താന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ വിടുതല് അവിടുന്ന് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവേ എന്റെ വിഷയത്തിൽ ഇറങ്ങി വരണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് നമുക്ക് അതിനൊക്കെ വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ കൃപ നൽകുമാറാകട്ടെ. നോക്കുക, ഒലിവ് മലയിലേക്ക് വരുമ്പോൾ ഒലിവ് മലയിൽ വരുന്ന കാര്യം ചിന്തിച്ചു വരുമ്പോൾ ഈ ഭൂകമ്പത്താൽ ഒലിവ് മല കിഴക്കു പടിഞ്ഞാറായി സ്പ്ലിറ്റ് ചെയ്യുക. വടക്ക് തെക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ പോരായിരുന്നു. എന്തിനാ ഈ കിഴക്കു പടിഞ്ഞാറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. അതിന് കാരണമുണ്ട്. വടക്ക് തെക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ യെരുശലേമിലെ ആലയത്തിൽ നിന്നും ഉണ്ടാകുന്നതായ ജീവന്റെ ഉറവ ഒഴുകി സ്തോത്രം പടിഞ്ഞാറേ കടലിലേക്കും കിഴക്കേ കടലിലേക്കും ഒഴുകി വീർത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് ഒഴുകി വരണമെങ്കിൽ കിഴക്കു പടിഞ്ഞാറായി വിഭജിച്ചേ ഒക്കത്തുള്ളൂ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം
അവിടുത്തെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടുത്തെ ഹിതപ്രകാരമാണ് ചെയ്യുന്നത്. പിളർന്നാ മതി കർത്താവേ. അതുകൊണ്ട് ഹല്ലേലൂയ, നീ പിളർക്കുന്നതിന് മുമ്പേ ഞാൻ തെക്കു വടക്കായിട്ട് അങ്ങ് പിളർക്കുകയാണ് എന്ന് പറഞ്ഞ് യഹൂദന്മാർ ഈ ഒലിവുമലയെ അങ്ങോട്ട് വിഭാജിക്കാൻ കർത്താവ് വല്ലതും സമ്മതിക്കുമോ? ഇല്ല. ഹല്ലേലൂയ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്ത് പെർഫെക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശത്തിലേക്ക് നാം കടന്നു വരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ജീവജല നദി, ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ ആ നദി, യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ കാണുന്ന നദിയുടെ കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ശിത്തീം താഴ്വരയെ നനയ്ക്കേണ്ടതായ ഉറവ ആലയത്തിൽ നിന്ന് വന്നിട്ട് അത് കിഴക്കോട്ട് ഒഴുകുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കിഴക്കോട്ട് ഒഴുകണമെങ്കിൽ കിഴക്കു പടിഞ്ഞാറായി വിഭജിച്ചേ ഒക്കത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ ആത്മാവെ ഹല്ലേലൂയ നമ്മളിൽ ഒഴുകണമെങ്കിൽ നമ്മളിൽ ഉയർന്നു നിൽക്കുന്നതൊക്കെ താണു പോകണം. നമ്മുടെ കർത്താവ് വാസം ചെയ്യുന്നത് യെരൂശലേമിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. 10-ാം വാക്യം. ഹല്ലേലൂയ, ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരൂശലേമിനെ തെക്ക് റിമ്മോൻ വരെ സമഭൂമിയായി തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്തെ ബെന്യാമിൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ, കോൺ ഗോപുരം വരെ, ഹനനേൽ ഗോപുരം മുതൽ രാജാവിന്റെ മുന്തിരിച്ചക്കു വരെയും നിവാസികൾ ഉണ്ടാകും. ഇവിടെ അതിന്റെ ആദ്യ ഭാഗം ചിന്തിക്കാം. നഗരമോ ഉന്നതമായി എന്ന് പറഞ്ഞാൽ യെരൂശലേം നഗരം സർവത്തിലും ഉന്നതമായി വരണം. കാരണം ദൈവം അവിടെയാണ് വസിക്കുന്നത്. ഹല്ലേലൂയ, ബാക്കിയെല്ലാം താണു വരണം. ഒലിവുമല 200 അടി ഉയർന്നാ നിൽക്കുന്നത്. അത് താണെങ്കിൽ മാത്രമേ ഹല്ലേലൂയ യെരൂശലേമിൽ നിന്ന് ഒഴുകി വരുന്ന നദിക്ക് ഒലിവുമലയിൽ പ്രവർത്തിപ്പാൻ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് നമ്മളിൽ വസിക്കുന്നതിനെ ഉയർച്ചയായി നമ്മളിൽ ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ ജഡം ഉയരരുത്, നമ്മുടെ ദുഷ്ടപ്രവർത്തികൾ ഉയരരുത്, നമ്മുടെ മനോവികാരങ്ങൾ ഉയരരുത്. നമ്മുടേതായിട്ടുള്ള ഒരു ചിന്തയും അസൂയ, പക, പിണക്കം, കോപം, ക്രോധം, ജാരശങ്ക, ഒന്നപക്ഷം, ഭിന്നത ഇവയൊന്നും നമ്മുടെ കർത്താവ് വസിക്കുന്ന സിംഹാസനത്തിന് മുകളിൽ ഉയർന്നു വരരുത്. ഉയർന്നു വന്നാൽ ജീവജല നദി നമ്മളിൽ ഒഴുകത്തില്ല. ജീവജല നദി ഒഴുകണമെങ്കിൽ നാം താഴേണം. നാം താണെങ്കിൽ മാത്രമേ ഉയരത്തു നിന്നുള്ള ഒരു ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളിൽ ഐശ്വര്യമുണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, ഇന്ന് രാത്രി എത്ര പേര് തീരുമാനമെടുക്കും, കർത്താവേ എനിക്കൊന്ന് താഴണം. ഹല്ലേലൂയ, എന്നിലുള്ള ഉയർച്ചകളെല്ലാം നീ ഇടിച്ച് കളയണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്നതായ ജീവജല നദിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്കുണ്ടാകുകയും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഇന്ന് രാത്രി ഒരു തീരുമാനം നാം എടുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒഴുകുന്നതായ ഈ ഒലിവുമല 2ആയിട്ട് വിഭാഗിക്കുമ്പോൾ വേറൊരു കാര്യം നടക്കുന്നു. ജനത്തിനെ എതിർക്രിസ്തുവിന്റെ പീഡനത്തിൽ നിന്നും സാത്താന്റെ പീഡനത്തിൽ നിന്നും ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകും എന്ന് നമുക്ക് ഇവിടെ 5-ാം വാക്യത്തിൽ മലകളുടെ താഴ്വരകളിലേക്ക് ഓടിപ്പോകും. അപ്പോൾ ഈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ ജനത്തിന്റെ വിടുതലിനു വേണ്ടി ഒരു താഴ്വര ഉളവായി വന്നേ ഒക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നിന്റെ വിടുതലിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പ്രവർത്തിയാൽ ചില വഴികൾ ഉളവാക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയാണ്. നീ ഓടി ഒളിക്കേണ്ടതിനു വേണ്ടി ചില വിള്ളലുകൾ കർത്താവ് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടി അടിക്കപ്പെട്ട പാറ. ആ അടിക്കപ്പെട്ട പാറയുടെ വിള്ളലിലേക്ക് ഇറങ്ങി വന്നേ നമുക്കൊരു വിടുതലും വീണ്ടെടുപ്പും പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിൽ ഹല്ലേലൂയ, സ്തോത്രം ഇറങ്ങി വന്ന് സാത്താന്യ ശക്തികളുടെ മേൽ പ്രവർത്തിച്ച് വലിയ വിടുതൽ ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചത് 3, 4, 5 വാക്യങ്ങൾ കൂടെ ഇന്ന് രാത്രിയിൽ നാം ചിന്തിച്ചതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ 1-ാം അധ്യായം മുതൽ ഏതാണ്ട് ഹല്ലേലൂയ, സ്തോത്രം 14-ാം വാക്യം വരെ, ഇൻഫാക്ട് 15-ാം വാക്യം വരെ, 15, 16-ാം വാക്യം വരെ
ചിന്തിപ്പാൻ 15-ാം വാക്യം വരെ ചിന്തിപ്പാൻ ഈ 3-4 ആഴ്ചകൾ ക്ലാസുകൾ കൊണ്ട് കർത്താവ് നമുക്ക് ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഞാൻ ഈ 15 വാക്യങ്ങൾ ഒന്നിച്ച് 1-2 മിനിറ്റ് കൊണ്ട് സംക്ഷിപ്തമായി പറയാം. ഹല്ലേലൂയ. എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ, പഴയ പാമ്പായ സാത്താന്റെ നേതൃത്വത്തിൽ, കള്ളപ്രവാചകന്റെ നേതൃത്വത്തിൽ, സാത്താന്യ പ്രേരണയാൽ സകല ഭൂമിയിൽ നിന്നും ഹല്ലേലൂയ ജാതീയമായ സൈന്യം യഹൂദന്മാരെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാന സന്ദർഭത്തിൽ യെരുശലേമിലേക്ക് വരുന്നതാണ് 14-1-2 വാക്യങ്ങളിൽ കാണുന്നത്. ഹല്ലേലൂയ. ഹർമഗദോൻ അഥവാ യഹോശാഫാത്ത് താഴ്വരയിലൊക്കെ ജസ്രിയേൽ വാലി വരെ, ഹല്ലേലൂയ, ജസ്രിയേൽ വാലി എന്ന് പറയുന്ന സ്ഥലമാണ് ഹല്ലേലൂയ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ഹല്ലേലൂയ. അവിടെ ഭാഗങ്ങളൊക്കെയും നിറച്ച് സാത്താന്യ ശക്തികളായിരിക്കും. ഹല്ലേലൂയ. യഹൂദന്മാർ പീഡിപ്പിക്കപ്പെടും, അവരുടെ സ്ത്രീകൾ വഷളാക്കപ്പെടും, അനേകർ പ്രവാസത്തിലേക്ക് ഓടിപ്പോകും. വലിയ പീഡനം യഹൂദനെ ഉണ്ടാകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് അവരുടെ കണ്ണുനീര് കണ്ട്, അവരുടെ പ്രാർത്ഥന കേട്ട്, കർത്താവേ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷ കേട്ട്, അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നാം ചിന്തിച്ചതുപോലെ അവരുടെ മാലിന്യങ്ങൾ കഴുകിക്കളയേണ്ടതിനു വേണ്ടി കാൽവറിയിൽ അവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതായ കുഞ്ഞാടിന്റെ രക്തം കൊട്ടാൽ അവർക്കപ്പോൾ വിടുതൽ, ഇനി ഇത് സംഭവിക്കുവാൻ പോകുന്നതാണ്, ഉണ്ടാകുകയും ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ കർത്താവെ അവരുടെ പ്രാർത്ഥന കേട്ട് ഒലിവുമലയിൽ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ പ്രത്യക്ഷനാകുന്ന സന്ദർഭത്തിൽ ഒലിവുമല 2 വിഭാഗിക്കപ്പെടുകയും ഹല്ലേലൂയ സ്തോത്രം അത് മുഖാന്തരം ഒരു വലിയ ഓട്ടം ഉണ്ടാകുകയും ഹല്ലേലൂയ ഒലിവുമല പിന്നെ അവിടെ കാണുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ചിന്തിച്ചു നോക്കണം, കർത്താവ് എടുക്കപ്പെട്ടതായ സ്ഥലം, അനേക വിശുദ്ധന്മാർ പാർക്കുന്നതായ അവരുടെ ശവകുടീരമുള്ളതായ സ്ഥലം, അതെന്തിനാ ഇല്ലാതാക്കുന്നതെന്നുള്ള ചിന്ത നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കർത്താവിന്റെ സിംഹാസനത്തിന് ഉയർച്ചയ്ക്ക് മുകളിലായി ഒന്നും പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ അവയൊക്കെയും തകർന്ന് താഴെ വീഴുകയും അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം വലിയ യുദ്ധമുണ്ടാകുകയും ആ യുദ്ധത്തിൽ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനമെന്ന വാളിനാൽ സാത്താനെ ബന്ധിക്കുകയും ഹല്ലേലൂയ അഗാധകൂപത്തിലേക്ക് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുകയും പഴയ പാമ്പായ സാത്താനെയും കള്ളപ്രവാചകനെയും പിടിച്ച് എന്നേക്കുമുള്ളതായ തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയുകയും കർത്താവ് ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വലത്തും ഇടത്തുമായി ജാതികളെ, സഭയെയല്ല തെറ്റിദ്ധരിക്കരുത്, ജാതികളെ ന്യായം വിധിക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതികളെ ന്യായം വിധിക്കുകയും യഹൂദന് സഹായിയായിരുന്നതായ ജാതികളെ വലത്തുള്ളവരായിട്ട് ആക്കിക്കൊണ്ട് സഹസ്രാബ്ദത്തിലേക്ക് അവർക്ക് വരുവാൻ അനുവാദം കൊടുക്കുകയും യഹൂദനെ നശിപ്പിക്കുവാൻ കടന്നു വന്നിട്ടുള്ളതായ ജാതികളെ ഹല്ലേലൂയ എല്ലാവരെയും ഹല്ലേലൂയ തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുകയും ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് യുദ്ധം വരുന്നതായ ഈ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഭൂമി കുലുക്കത്താൽ, അതുപോലെ തന്നെ മനോവിഭ്രമത്താൽ ഹല്ലേലൂയ യെരുശലേമിനെതിരെ വരുന്നവർ അന്യോന്യം വെട്ടി ഹല്ലേലൂയ നശിക്കുകയും യെരുശലേമിനെ കൊള്ളയിടുവാൻ വന്ന അവരുടെ കൊള്ള യെരുശലേമിന് ലഭിക്കുകയും ഹല്ലേലൂയ സ്തോത്രം വലിയ ബാധയയച്ച് ഹല്ലേലൂയ സ്തോത്രം അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകുകയും കണ്ണ് അവരുടെ തടങ്ങളിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകുകയും യുദ്ധത്തിനായി ഉപയോഗിച്ചതായ മൃഗങ്ങൾക്കും അങ്ങനെ ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെ 15 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയാണ് കർത്താവിന്റെ വരവിനെ പറ്റി ഇതുവരെയും ചിന്തിപ്പാൻ തക്കവണ്ണം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ാം വാക്യം വരെ കർത്താവ് നമ്മെ സഹായിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇനിയും 8-ാം വാക്യം, അന്നാളിൽ ജീവനുള്ള വെള്ളം, ഞാൻ ഓർപ്പിച്ചല്ലോ, യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ഹല്ലേലൂയ സ്തോത്രം. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. അപ്പോൾ വറ്റിപ്പോകാത്ത ഒരു നദി, വറ്റിപ്പോകാത്ത ഒരു ഉറവയാണ് കർത്താവ് ഉണ്ടാകുന്നത്. ഉഷ്ണകാലത്തെന്നോ ശീതകാലത്തെന്നോ വ്യത്യാസം കൂടാതെ
ഹല്ലേലൂയ. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മാവെ ഹല്ലേലൂയ തിങ്കളാഴ്ചയെന്നോ ചൊവ്വാഴ്ചയെന്നോ ഞായറാഴ്ചയെന്നോ ഇല്ല, ഉഷ്ണകാലത്തെന്നോ ശീതകാലത്തെന്നോ ഇല്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ഒരു കണ്ടിന്യൂവസ് ഫ്ലോ ഓഫ് ഹിസ് സ്പിരിറ്റ് ഹല്ലേലൂയ ലൈഫ് മസ്റ്റ് ബി ഇൻ അവർ ജേർണി. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ തുടർമാനമായി ആത്മാവിന്റെ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഒരു ഒഴുക്ക്, നാളെ പാപത്തിലേക്ക് വീഴുന്ന ഒരു അനുഭവം അല്ല. ശീതകാലത്തും ഉഷ്ണകാലത്തും ഉണ്ടാകും. കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അത് നിന്നു പോകുന്നതല്ല. എന്നാൽ ഒലിവുമല താഴുന്നതുപോലെ ഒരു താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഈ നദി ഒഴുകുവാൻ തക്കവണ്ണം ഒരു വിള്ളല്, ഈ നദി ഒഴുകുവാൻ തക്കവണ്ണം ഒരു താഴ്വര ഉളവായി വരികയും വേണം. ഹല്ലേലൂയ. ഹൃദയനുറുക്കം, ഹല്ലേലൂയ, താഴ്മ, വിനയം, ഹല്ലേലൂയ, സൗമ്യത, അനുസരണം, ഭക്തി, സമർപ്പണം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയേറിയ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ നദി ഒഴുകി വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഹല്ലേലൂയ, സ്തോത്രം, ഇത് കിഴക്കേ കടലിലേക്കും പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. ഈ കിഴക്കേ കടൽ എന്ന് പറയുന്നത് ചാവുകടലാണ്. ചാവുകടൽ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോദോം ഗൊമോറയാണ്. സോദോം ഗൊമോറ പാപത്താൽ ഹല്ലേലൂയ തീയും ഗന്ധകവും വീണ് എരിഞ്ഞ് ഇതൊരു ഗന്ധക കടലായി കിടക്കുകയാണ്. പലസ്തീൻ നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം അത് 100% ശരിയാണ് എന്ന്. ഇതാണ് ചാവുകടൽ. ജീവനുള്ള ഒന്നും അതിനകത്തൊക്കത്തില്ല. കാരണം ഇതൊരു ഗന്ധക പൊയ്കയായി കിടക്കുകയാണ്. കടലെന്ന് പേരാണെങ്കിലും ട്രൂലി ഹല്ലേലൂയ ഇറ്റ് ഈസ് എ സൾഫർ ലേക്ക്. ഹല്ലേലൂയ ഒരു ഗന്ധക പൊയ്കയാണത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവിടെ ഈ ഗന്ധക പൊയ്ക ഉള്ളതിനാൽ അനേകം മിനറൽസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, ഈ നദി ഇങ്ങോട്ട് ഒഴുകി വന്നേ ഈ ശാപത്തിന്റെ കടലുണ്ടല്ലോ, ശാപം ഹല്ലേലൂയ ന്യായവിധിക്കായി അയച്ചതായ ഈ ഗന്ധക പൊയ്കയെ ജീവനുള്ളതായ ഒരു ലേക്കായി ദൈവം മാറ്റും. അപ്പൊ ശാപം, അതുപോലെ തന്നെ ന്യായവിധി നിറഞ്ഞിരിക്കുന്നതായ ഈ പൊയ്ക ഹല്ലേലൂയ ജീവന്റെ നദിയാൽ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ ഒരു കടലായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് ഹല്ലേലൂയ ഈ ഉറവ ഈ ചാവുകടലിനെ കവിഞ്ഞൊഴുകി സിത്തീൻ താഴ്വരയിലേക്ക് ചെന്ന് അവിടെ നനച്ച് അത് ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നു. അപ്പൊ ന്യായവിധി മാറ്റി അനുഗ്രഹമായി, അനുഗ്രഹം കവിഞ്ഞൊഴുകി മറ്റ് താഴ്വരകളിലേക്ക് ചെന്ന് വരൾച്ചയുള്ള സ്ഥലമെല്ലാം നീരുറവയായി മാറ്റപ്പെടുന്നു. അത് എവിടം വരെ ചെല്ലുമെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. സിത്തീൻ താഴ്വരയിൽ ചെല്ലുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് യെഹെസ്കേൽ പ്രവചനം 47, 48 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ന്യായവിധി വിരിച്ചു വലിച്ചതായ ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കാദേശ് മരുവെ എന്നാണ് പറയുന്നത്. കാദേശിൽ വെച്ചാണ് വെള്ളം കിട്ടാഞ്ഞതിനു വേണ്ടി ബഹളമൊക്കെ ഉണ്ടാക്കിയതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഈ കാദേശ് മരുവ, കാദേശ് പൊയ്ക എന്നാണ് കാണുന്നത്. അപ്പോൾ അതൊരു വലിയ അനുഭവത്തിലേക്ക് അവൻ ന്യായവിധി എല്ലാം അഴിച്ചങ്ങ് മാറ്റുകയാണ്. അതിനെന്തു മതി? ഹല്ലേലൂയ. ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദി ഒഴുകിയാൽ മതി. അപ്പൊ ജീവജല നദി, സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവാകുന്ന നദി നമ്മളിൽ ശക്തമാവണ്ണം ഒഴുകുകയാണെങ്കിൽ രോഗം, ദുഃഖം, കെട്ടുകൾ, ന്യായവിധി, ശാപം, ബാധ ഇവയെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു ഒഴുക്ക് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, ഈ ഒഴുക്ക് വരണമെങ്കിൽ എന്ത് വേണം? ഒലിവുമല താഴണം, ഒരു താഴ്വര ഉണ്ടാകണം. അപ്പോൾ നമ്മളൊന്ന് താഴണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഒഴുകേണ്ടതിന് വേണ്ടി ഒരു താഴ്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. ഹല്ലേലൂയ. അത് കിഴക്കയിലെ പടിഞ്ഞാറോട്ട് പറയുന്നത് എന്താണ്? മെഡിറ്ററേനിയൻ കടൽ. മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇത് ഒഴുകി ചെല്ലുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. 47-ാം അധ്യായം യെഹെസ്കേൽ പ്രവചനത്തിൽ അനേകം മത്സ്യങ്ങളുടെ കൂമ്പാരമാണ് ഈ നദി ഒഴുകി ചെല്ലുമ്പോൾ. ഈ മത്സ്യമൊന്നും ഹല്ലേലൂയ ചർച്ചകളിൽ ഇല്ലാത്ത കാര്യം എന്നാന്നറിയാമോ? ആത്മാക്കളെ ലഭിക്കാത്ത കാര്യം എന്നാന്നറിയാമോ?
ആത്മാവിന്റെ ഒഴുക്കില്ലാത്തത് കൊണ്ടാ. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിന് പകരം ജഡത്തിന്റെ ഒഴുക്കാണ്. മനുഷ്യന്റെ ഇച്ഛകളാണ്, മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ്, മനുഷ്യന്റെ ഇംഗിതങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന പാസ്റ്റർമാരെ കൊണ്ട് ചർച്ചകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആളുകളെ സെക്ടിസിസം കൊണ്ട് ചർച്ചകൾ നിറഞ്ഞിരിക്കുകയാണ്. അവിടെയൊന്നും പരിശുദ്ധാത്മാവ് ഒഴുകി വരത്തില്ല. കുറെ വികാരങ്ങളും വിചാരങ്ങളും കാണും. അതല്ലല്ല, പരിശുദ്ധാത്മാവിന്റെ ജീവജല നദി ഒഴുകണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഒരു താഴ്വര ഉണ്ടാകണം. തകർന്നും നുറുങ്ങിയ ഒരു ഹൃദയം വന്നേ ഒക്കത്തുള്ളൂ. അഹങ്കാരികളുടെ ഇടയിൽ ആത്മാവ് ഒഴുകി ചെല്ലത്തില്ല. ഞാൻ താണെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നിൽ വരികയുള്ളൂ. എന്നിൽ കൂടെ കർത്താവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നിൽ ഒരു താഴ്വര ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ ജീവജല നദി ഒഴുകി വരേണ്ടതായ ഒരു താഴ്വര. ആളുകളെ സ്തോത്രം. അതൊരു വലിയ തടാകമായി എന്നിൽ നിന്ന് മാറി ഈ തടാകത്തു നിന്നും ഈ ജീവജല നദി ഒഴുകി ശക്തിയും താഴ്വരയും മറ്റുമൊക്കെ നനച്ച് ആളുകളെ സ്തോത്രം ആ ദേശമെല്ലാം ശാപമെല്ലാം അഴിച്ചു മാറ്റി അനുഗ്രഹമായി മാറ്റുവാൻ കർത്താവ് കൊതിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രി ഒത്തിരി കാര്യം നാം കേട്ടു. ഈ വിഷയങ്ങളിലുമെല്ലാം സമർപ്പണത്തിന്റെ സമയമാണ് ഇപ്പോൾ. കർത്താവിന്റെ പുറപ്പാടിനെ പറ്റി, യഹോവയുടെ യുദ്ധങ്ങളെ പറ്റി, യെരുശലേമിൽ കർത്താവ് ആളുകളെ വസിക്കുവാൻ പോകുന്നതിനെ പറ്റി, ഒലിവ് മല താഴുവാൻ പോകുന്നതിനെ പറ്റി, അവിടെ ഒരു താഴ്വര ഉളവാകുന്നതിനെ പറ്റി, ആലയത്തിൽ നിന്നും ഉറവ പുറപ്പെട്ട് അതൊരു നദിയായി ആളുകളെ സ്തോത്രം കിഴക്കോട്ടൊഴുകി അത് രണ്ട് ശാഖയായി ആളുകളെ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വിഭാഗിക്കപ്പെട്ട് ചാവുകടലിലേക്കും മെഡിറ്ററേനിയൻ കടലിലേക്കും ഒഴുകി അവിടെ ഉണ്ടാകുന്ന വലിയ വ്യത്യാസത്തെപ്പറ്റി ഇന്ന് രാത്രി കേൾക്കുവാൻ ഇടയായി എങ്കിൽ നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുമോ? സെക്കരിയ പ്രവാചകൻ പറഞ്ഞതുപോലെ എന്റെ ദൈവമായ യഹോവയും എന്ന് ആളുലിയ ഇയ്യോബ് പറഞ്ഞതുപോലെ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആ ഒരു പേഴ്സണൽ ആളുലിയ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വന്ന് അടിയനെ പൂർണ്ണമായി താഴ്ത്തുന്നു. ഒരല്പം പോലും ശേഷിപ്പിച്ചു വെക്കല്ലേ ആളുലിയ. ഒട്ടും മലകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവയെല്ലാം താഴ്ത്താം. കർത്താവിന്റെ ആത്മാവ് നമ്മളിലേക്ക് ഒന്ന് ഒഴുകട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ഓക്ലഹോമ, ഈ അമേരിക്ക കർത്താവിന് വേണ്ടി ആയിത്തീരട്ടെ. ഒരു പൂർണ്ണ സമർപ്പണം. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമുക്കിടയാകട്ടെ. ആ സമർപ്പണത്തിനായിട്ടുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞങ്ങളെ കുടുംബമായി ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കും. ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ നദി എന്നെ കൂടി എന്റെ കുടുംബത്തിൽ കൂടി ഒഴുകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെയും കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥനയെ ചോദിച്ചോളൂ. എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി എന്നെ എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. കേട്ട വചനത്തിന് മുമ്പാകെ അയാളെ കുടുംബമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പൂർണ്ണമായി ദൈവാനുമതി ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങൾ താഴ്ന്ന ദൈവസന്നിധിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ വളർന്നു വരുവാൻ ദേവദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിയങ്ങളെ കുടുംബമായ കർത്താവിന്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അടിയങ്ങളും അടിയങ്ങളുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളും ആയിത്തീരുവാൻ അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതിന് അടിയനെയും അടിയന്റെ കുടുംബത്തെയും ഒരിക്കൽ കൂടി ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ കഥാനുസനെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രധാനദാസ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാ സന്ദർഭത്തിൽ തിരുമുഖത്തെ കേളകൾ നോക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവെ ഞങ്ങളോട് സംസാരിക്കുകയും ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകുകയും ചെയ്തതിനാൽ സ്തോത്രം. അവിടെയായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി പൂർണ്ണ സമർപ്പണവും വിനയവും സൗമ്യതയും ഉള്ളവരായി കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളിൽ ഒഴുകട്ടെ. അവിടുത്തെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കത്തക്കവണ്ണം
അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ അപേക്ഷകൾ കർത്താവ് കേട്ട് അവിടുത്തെ അനുഗ്രഹ സമൃദ്ധി അവരുടെ മേൽ അയക്കുമാറാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ഓക്ലഹോമ പ്രയർ ലൈനെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയുടെ ബഹുത്വത്താൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഇന്ന് രാത്രിയിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രിയിൽ പ്രവർത്തിച്ച് മഹത്വം എടുത്തതിനാല് സ്തോത്രം, അപേക്ഷകൾ കേട്ടതിനാല് സ്തോത്രം, യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. താങ്ക് യു. സ്തോത്രം. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം കർത്താവ് നൽകുന്ന നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് കർത്താവിന് സ്തുതികൾ അർപ്പിക്കുന്നു. രാത്രികാലം പ്രയാണി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ അനുഗ്രഹ സമൃദ്ധിയോടെ നമ്മുടെ മധ്യത്തിലേക്ക് അയച്ചു ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൂടുതൽ ആരോഗ്യത്തോടും ഉന്മേഷത്തോടും കൂടി അടുത്ത ദിവസങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മുടെ മധ്യത്തിൽ പ്രഘോഷിക്കുവാൻ തക്കോണം കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനുദിന പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും പ്രിയ കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നാളെ വൈകിട്ടും കറക്റ്റ് 9 മണിക്ക് ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വരാൻ അപേക്ഷിക്കുന്നു. നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മളുടെ സഭകളുടെ ഉണർവിന് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കൊണ്ട് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവവരങ്ങൾ ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയുടെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാണ്, അല്ലെങ്കിൽ oklahomapprayerline.com നിങ്ങൾക്ക് ലഭ്യമാണ്. ഇന്ന് നടന്ന ബൈബിൾ സ്റ്റഡി 76ാമത്തെ ലെസണാണ്. കഴിഞ്ഞ 76 ലെസൺ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യത്തിലുള്ള ബന്ധത്തിൽ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്ന ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.